അപ്പോൾ ഗൗരിയമ്മയുടെ പേരിലുള്ള നടപടിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴത്തേക്ക് വലിയ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി എന്തൊക്കെയായി സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ബെറ്റി ഞാനുമായിട്ട് തർക്കത്തിലേർപ്പെട്ടു, അതിനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങൾ വിശദീകരിച്ചു. എനിക്ക് വ്യക്തിപരമായ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ വ്യക്തിപരമായ വിഷമം ഉണ്ടാകുമ്പോഴും പാർട്ടിയാണ് ഞങ്ങൾക്ക് വലുത്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സങ്കല്പം. ആ പ്രതിഭാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരു പ്രശ്നമേ അല്ല. ഗൗരിയമ്മ പറയാൻ പറ്റുമോ? അതാണ് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ ഗൗരിയമ്മ പ്രതിഭാസം, എം വി രാഘവൻ പ്രതിഭാസമൊക്കെ ഇതിനെ അപേക്ഷിച്ച് എത്രയോ വലിയ പ്രശ്നമായിരുന്നു. അതിനെ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞ പാർട്ടിക്ക് ഇപ്പോഴത്തെ സംഭവവാസം നേരിടാൻ യാതൊരു പ്രയാസവുമില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വീണ്ടും പാർലമെൻ്ററി രംഗത്ത് വരണം. പാർലമെൻ്ററി രംഗവുമായി ബന്ധപ്പെട്ടാണ് എം വി രാഘവൻ പ്രശ്നം ഉണ്ടാകുന്നത്. രാഷ്ട്രീയമായ വിഷയമാണ്. അല്ല, അത് മുകളിലത്തെ തട്ടിലാണ് അഭിപ്രായ ഭിന്നത വന്നത്. ഇത് താഴെ തട്ടിൽ വരുന്നത് പാർട്ടിയുടെ കാഡർ ബേസിൻ്റെ ഇടയിൽ നിന്ന് പ്രമുഖ നേതാക്കൾക്കെതിരെയാണ്. ഫോർ എക്സാമ്പിൾ മറ്റേ പയ്യന്നൂരിലും തളിപ്പറമ്പിലൊക്കെ ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയാണ് അവിടെ സ്ഥാനാർത്ഥി. അപ്പോൾ അവർക്കെതിരെയാണ് ടി കെ ഗോവിന്ദൻ. അവർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്, കുറഞ്ഞ ആളല്ല. കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാവുന്നു. കുഞ്ഞികൃഷ്ണൻ വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് പാർട്ടിയുടെ കോട്ടയിൽ, കണ്ണൂർ കോട്ടയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയത് ഇപ്പോൾ എം വി രാഘവന് ശേഷം അങ്ങനെ ഒരു ഇത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇത്രയും വലിയൊരു അല്ല. ഇതിൽ രണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, ഒന്ന് ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് എനിക്ക് പറയാനുള്ളത്, എം വി രാഘവൻ പ്രശ്നവും ഗൗരിയമ്മ പ്രശ്നവും കൈകാര്യം ചെയ്ത് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അവസാന കാലത്ത് എം വി രാഘവനും ഗൗരിയമ്മയും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ തയ്യാറായി വരികയും ചെയ്തു.